മധുവനത്തിൽ നടക്കുന്ന പരിപാടികളിൽ പൊതുവെ പ്രാധാന്യമുള്ള ഒന്നാണ് വിവിധ മതവിശ്വാസങ്ങൾക്കിടയിലുള്ള ഇടകലരൽ. അതിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും വിവിധ മതവിശ്വാസങ്ങളെ പഠിക്കലും ഉൾക്കൊള്ളലും. നമ്മുടെ സമകാലീന ലോകം മതപരമായി നന്നായി വേർതിരിഞ്ഞുകൊണ്ടിരിക്കുന്നൊരു കാലത്ത് അധികാരത്തിലേക്കുള്ള എളുപ്പ വഴി എന്നുള്ള നിലയ്ക്ക് മതം ഒരു ടൂളായി ഗംഭീരമായി ഉപയോഗിച്ചുകൊണ്ടിരുന്ന കാലത്ത് വ്യത്യസ്ത മതവിഭാഗങ്ങളുടെ ദർശനങ്ങളും കാഴ്ചപ്പാടുകളും ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്യുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്നതിൻ്റെ പ്രാധാന്യം എന്താണ്? അതിന് പ്രധാനമായിട്ടൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി എന്ന് പറയുന്നത് ഒന്നിൽ നിന്ന് പലതായിട്ടാണ്. ഏകമായിരിക്കുന്ന ഒന്നിൽ നിന്ന് വൈവിധ്യത്തിലേക്ക് വരിക എന്നുള്ളതാണ് പ്രപഞ്ചത്തിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ യൂണിഫോമിറ്റി എന്ന് പറയുന്നത് ആ പ്രാപഞ്ചികമായിരിക്കുന്ന ധർമ്മത്തെ നിഷേധിക്കുന്നതാണ്. ഞാനായിരിക്കുന്നത് പോലെ തന്നെ താങ്കളാകണം എന്ന് ഞാൻ ശഠിക്കുകയാണെങ്കിൽ ഞാൻ ആ പ്രാപഞ്ചികമായിരിക്കുന്ന അടിസ്ഥാന ധർമ്മത്തെ ഞാൻ നിരോധിക്കുന്നു. ഞാനും താങ്കളും രണ്ടായി തന്നെ ഇരിക്കണം. എൻ്റെ സ്വഭാവവും എൻ്റെ പ്രകൃതിയും വേറെ, താങ്കളുടെ പ്രകൃതിയും താങ്കളുടെ സ്വഭാവം വേറെ. ഈ വെറൈറ്റി, ഈ പറയുന്ന വൈവിധ്യം എവിടെയുണ്ടോ അവിടേക്കാണ് ആ വിസ്ഡത്തിൻ്റെ ഇറങ്ങി വരവ് ഉണ്ടാകുന്നതെന്നാണ് മനസ്സിലാക്കേണ്ടത്. അതൊരു നെഗറ്റീവ് പൊളാരിറ്റി ക്രിയേറ്റ് ചെയ്യും, ഒരു സ്വീകരണക്ഷമത. ആ സ്വീകരണക്ഷമതയിലേക്ക്, ആ പൊളാരിറ്റിയിലെ, ആ നെഗറ്റീവിലേക്ക്, ആ ഋണാത്മകതയിലേക്ക് ധനാത്മകതയായിട്ട് ബോധം ഇറങ്ങി വരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു. അപ്പോൾ റിസെപ്റ്റിവിറ്റി എന്ന് പറയുന്നത് ആ നെഗറ്റിവിറ്റി ആണെങ്കിൽ, ഈ പറയുന്ന വെറൈറ്റി ആണെങ്കിൽ ആ വെറൈറ്റിയിലേക്കാണ് ബോധം ഇറങ്ങി വരുന്നത്. ഇത് നമുക്ക് ഭൗതികമായിരിക്കുന്ന വിഷയങ്ങളിൽ പോലും കാണാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ടൊരു ആനന്ദം അനുഭവിക്കുക എന്നുള്ളത്. ഒരു കല്യാണ ചടങ്ങ് പോവുകയാണെന്നിരിക്കുക, അവിടെ തന്നെ വിവിധ തരത്തിലുള്ള ആൾക്കാരും ഒക്കെ വരുന്നിടത്ത് അവിടെ ഒരു സന്തോഷം ജനറേറ്റ് ചെയ്യുന്നതായിട്ട് കാണാം. എത്ര ക്രുദ്ധമായിരിക്കുന്നതിന് മനസ്സോടുകൂടി വന്നാൽ പോലും അവിടെ ആ സന്തോഷത്തിൽ ഒരു പല്ലെങ്കിലും കാണിച്ചു പോകും ആരുടെങ്കിലും. ശരിയാണോ ഇല്ലയോ? ശരിയാണ്. മനസ്സിലായില്ലേ? അവിടെ എല്ലാവരും കൂടെ ഒരേ യൂണിഫോം ഇട്ടുകൊണ്ടാണോ വരുന്നത്? അല്ലല്ലോ. പലതരത്തിലുള്ള ആൾക്കാർ, പല പല പ്രകൃതി ഭിന്നരുചിക്കാരായിരിക്കുന്ന ആൾക്കാർ എല്ലാം കൂടെ ചേരുന്നിടത്താണ് ആ നെഗറ്റിവിറ്റി ക്രിയേറ്റ് ചെയ്യുന്നതും അവിടത്തേക്ക് പോസിറ്റീവിന് ഇറങ്ങി വരാൻ പറ്റുന്നതും, ബോധത്തിന് ഇറങ്ങി വരാൻ സാധിക്കുന്നത്. ഇതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ വിവിധ ബോധങ്ങളിലുള്ള ആൾക്കാരുടെ ഒരു കൂട്ടായ്മ ഉണ്ടാകുക എന്നുള്ളതാണ് ഇവിടുത്തെ അടിസ്ഥാനപരമായ ധർമ്മം എന്ന് എനിക്ക് ബോധ്യപ്പെട്ടത്. എൻ്റെ ഗുരു തന്നെ എന്നോട് പറഞ്ഞത് സന്നിവേശങ്ങൾ സംഘടിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ എന്താണ് സന്നിവേശം എന്ന് ഞാൻ പഠിക്കാൻ ശ്രമിച്ചപ്പോൾ, സന്നിവേശം ഒരു ഫിലിം പേഴ്സണാലിറ്റി ആയിരിക്കുന്ന എന്നെ സംബന്ധിച്ചുള്ള ഒരു പുതിയ വാക്കല്ല. ഭിന്നമായിരിക്കുന്ന രണ്ട് കാര്യങ്ങളുടെ ചേർച്ചയാണ് നമ്മൾ സന്നിവേശം എന്ന് വിളിക്കുന്നത്. സ്പ്ലൈസിങ് എന്ന് വിളിക്കും ഇംഗ്ലീഷിൽ. അപ്പോൾ ആ സ്പ്ലൈസ് ചെയ്യുന്നതിനെ ആണ് അതിൽ വിളിക്കുന്നത്. അവിടെ രണ്ട് കാര്യങ്ങൾ നിർബന്ധമായിട്ടും ഉണ്ട്. രണ്ട് കാര്യങ്ങളുണ്ട്, ആ ഭിന്നതയുണ്ട്, അവയെ ചേർക്കുകയാണ്, കൂട്ടിച്ചേർക്കുകയാണ്. അപ്പോൾ ഭിന്നമായിരിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുക എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഇവിടെ സ്വാഭാവികമായിട്ട് വിവിധ തത്വചിന്തയിൽ വിശ്വസിക്കുന്നവരും താന്ത്രികന്മാരുണ്ട്, സാധാരണ വിശ്വാസികളുണ്ട്, സൂഫികളുണ്ട്, പിന്നെ മറ്റ് മതങ്ങളിൽ വിശ്വസിക്കുന്ന ക്രൈസ്തവ ആരാധനയിൽ വിശ്വസിക്കുന്നവരും, ഫിലോസഫിക്കലായിട്ടുള്ള ക്രിസ്ത്യാനിറ്റിയിൽ വിശ്വസിക്കുന്നവരും, ക്രിസ്ത്യൻ ഫിലോസഫികളിൽ വിശ്വസിക്കുന്നവരും, ഇങ്ങനെ പല അടിസ്ഥാനപരമായിരിക്കുന്ന വിശ്വാസ പ്രമാണങ്ങളുള്ളവരും ഉന്നതരായിരിക്കുന്ന വിശ്വാസ പ്രമാണങ്ങൾ എല്ലാവരും ഒരുമിച്ച് വരികയും ഈ പരസ്പരം അത് പങ്കുവയ്ക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ. അതുകൊണ്ട് ഇവിടെ ഈ ബോധവാനായിരിക്കുന്ന അല്ലെങ്കിൽ ഉന്നതമായിരിക്കുന്ന ഒരു മതബോധം കൈയാളുന്നവൻ അതിൻ്റെ വെറും ആരാധനയുടെ ഇത് പിടിച്ചുകൊണ്ടിരിക്കുന്നവനോട് പുച്ഛം കാണിക്കില്ല. കാരണം അവനറിയാം അതിനകത്ത് അതേ ചടങ്ങുകളിലൂടെ ഞാനും കടന്നു വന്നിരിക്കുന്നു എന്ന് മനസ്സിലാവും. ഞാൻ ഇന്നലെ അതായിരുന്നു, അതുകൊണ്ട് പുച്ഛിക്കേണ്ട ആവശ്യമില്ല എന്ന് തോന്നും. അപ്പോൾ അത്തരത്തിലൊരു ചേർച്ച ഉണ്ടാകുന്നതുകൊണ്ടാണ് ആ സാഹചര്യം ഉണ്ടാകുന്നത്. അതൊരു വെറൈറ്റി കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. പ്രപഞ്ചത്തിൽ എപ്പോഴാണോ നമ്മൾ ആ യൂണിഫോമിറ്റി ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നത് അപ്പം നമുക്കിത് പോകും. ഇത് പ്രകൃതിയുടെ അടിസ്ഥാനപരമായിരിക്കുന്ന സ്വഭാവമാണ്. ഇപ്പോൾ ഒരു മാവിനെ സംബന്ധിച്ചിടത്തോളം മാവിൻ്റെ പൂമ്പൊടി പരത്തിക്കൊണ്ടിരിക്കുക, അതുവഴി മാങ്ങകൾ ഉണ്ടാക്കുക, മാവിൻ്റെ വംശവൃദ്ധി നടത്തുക, ആൽമരത്തിൻ്റെ വംശവൃദ്ധി നടത്തുക, ഇതെല്ലാം തന്നെയും അവരവരുടേതായ വംശവൃദ്ധിയെ സംബന്ധിക്കുന്ന കൺസേണിലാണ്. അതുപോലെ തന്നെ ഞാൻ ആ ചോദ്യത്തിൻ്റെ വൈരുദ്ധ്യാവസ്ഥയെക്കുറിച്ച് പറയുകയാണ്. അതിൻ്റെ മറു സൈഡിൽ
എന്തുകൊണ്ട് പ്രസ്ഥാനങ്ങൾ അവരവരുടെ ആളുകളെ നിറച്ചുകൊണ്ടിരിക്കുന്നു വെച്ചാൽ പ്രകൃതി സഹജമായിരിക്കുന്ന സ്വഭാവമാണെന്നാണ് ഞാൻ പറയുന്നത്. ആൽമരത്തിൻ്റെ വിത്തുകളെ വിതറുന്ന പോലെയോ മാവിൻ്റെ മരത്തെ വിതറുന്ന പോലെയോ ഏത് സസ്യജാലങ്ങളും ജന്തുജാലങ്ങളും ചെയ്യുന്ന പോലെ മാത്രം പ്രസ്ഥാനങ്ങൾക്കും അവരവരുടെ പ്രസ്ഥാനങ്ങളെ വളർത്താനുള്ള സഹജമായിരിക്കുന്ന വാസന ഉണ്ടായിരിക്കണം. അത് നിർബന്ധമാണ്. പക്ഷെ പ്രകൃതിയുടെ മുകളിൽ ജയം വേണമെങ്കിൽ എന്ത് വേണം? ഇതിനെ നമ്മൾ ബ്രേക്ക് ചെയ്യണം. അത്രയേ ഉള്ളൂ. പ്രകൃതി ജയം എവിടെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് അതിന് മുകളിൽ കയറി ഈ പ്രകൃതിയാലുള്ള സഹജമായിരിക്കുന്ന വാസനയെ ബ്രേക്ക് ചെയ്തുകൊണ്ട് സംസ്കൃതമായിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോകണം. അവിടെയാണ് ആ വെറൈറ്റി സാധ്യമാകുന്നത്. അല്ലെങ്കിൽ നമുക്ക് പ്ലാന്റേഷനുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരേ തരത്തിലുള്ള തോട്ടങ്ങൾ, അവിടെ പലതരത്തിലുള്ള പുഷ്പങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ ഒരു ഗാർഡൻ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ, പൂന്തോട്ടം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ വെറൈറ്റി കീപ്പ് ചെയ്തേ ഉള്ളൂ. ആ വെറൈറ്റിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായിരിക്കുന്ന ഈ പറഞ്ഞ പാരസ്പര്യത്തോടു കൂടിയുള്ള പല വിശ്വാസ പ്രമാണങ്ങളുടെ ഐക്യമോ അല്ലെങ്കിൽ അവരുടെ സഹവർത്തിത്വമോ കൊണ്ട് മധുബനത്തെ ഉദ്ദേശിക്കുന്നത്. അത് ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന പല മാതൃകകളും നമുക്ക് പലയിടത്തും കാണാം. പക്ഷേ അവിടെയൊക്കെ ഒന്നല്ലെങ്കിൽ മറ്റൊരു സുപ്രീമസി കൈയാളുന്നതായിട്ടും കാണാം. കാര്യത്തിൽ ഇതൊക്കെ പറയുമെങ്കിലും മുകളിൽ നിൽക്കുന്ന ഒരു പ്രത്യേക വിശ്വാസമായിരിക്കാം അല്ലേ? ഇപ്പോൾ താങ്കളിപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു ഫാൻസി ഡ്രസ്സ് പോലെ പല മതങ്ങളെ നിരത്തി നിർത്തി ഒരു ഇൻ്റർഫെയ്ത്ത് പ്രോഗ്രാമൊക്കെ നടത്തുക എന്ന് പറയുന്നൊരു ഫാഴ്സ് നടക്കാറുണ്ട് പലയിടത്തും. അതിൽ കാര്യമൊന്നുമില്ല, അതിലൊരു കാര്യമില്ല. ഉള്ളിൽ ഇതെല്ലാം തമ്മിൽ ചേർന്നിരിക്കുന്നത് മനസ്സിലാക്കിയാൽ മാത്രമേ തീർച്ചയായിട്ടും യഥാർത്ഥത്തിലുള്ളൊരു ഒരു ലയം അവിടെ സംഭവിക്കുള്ളൂ. ഇല്ലെങ്കിൽ ഇത് മുളച്ചു തന്നെ നിൽക്കും. എന്നാൽ പോലും പല ഘടകങ്ങളെയും നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്തതായിട്ടോ മനസ്സിലാക്കാൻ പറ്റാത്തതായിട്ടുള്ള പല ഭാഗങ്ങളും പല സംഹിതകളിലും ഉണ്ടാകും. അവയെല്ലാം ബൗദ്ധികമായ ചർച്ചകളിലൂടെ അവ പരിഹരിക്കപ്പെട്ടു പോവുക എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം ചർച്ചകളുണ്ടാകും, അത്തരത്തിലുള്ള പരിഹാരങ്ങളും ഉണ്ടാകും. അവ എങ്ങനെ ഒരു സമാധാനത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. അപ്പോൾ ഒരു കോൺഫ്ലിക്റ്റ് എന്താണോ വൈരുദ്ധ്യാതീതമായിരിക്കും നമുക്ക് കിട്ടിയിരിക്കുന്നത് അത് വൈരുദ്ധ്യാതീതമായിട്ട് നിലനിർത്തുക എന്നുള്ളത്. അപ്പോൾ ആ അന്തരീക്ഷവും അതുപോലെ വൈരുദ്ധ്യാതീതമായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു ആനന്ദ സ്വഭാവം അവിടെ ഉണ്ടാകും. അതാണ് ഇന്നത്തെ വ്യത്യാസം. ആ സഹവർത്തിത്വമോ അല്ലെങ്കിൽ ആ പരസ്പരമായിരിക്കുന്ന സ്നേഹമോ ഒക്കെ ആയിരിക്കും ഒരുപക്ഷെ ഈ സ്ഥലത്തെ ആകർഷണീയമാക്കുന്നത്. ഈ സ്ഥലത്തിൻ്റെ ചൈതന്യം എന്ന് പറയുന്നത് തന്നെയായിരിക്കും.